വെൽക്കം ബാക്ക് ടു ഓൺ റോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാഡോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലാൻഡ് ക്രൂസർ പ്രാഡോ 2012 മോഡലാണ്. ഒരുപാട് പ്രാഡോകൾ ലാൻഡ് ക്രൂസറുകൾ ഓൺ റോഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ തന്നെ നമ്മൾ ഓൺ റോഡിൽ 25ഓളം ലാൻഡ് ക്രൂസർ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. LC300ലേക്ക് ഒരുപാട് വെഹിക്കിൾസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാഡോ ആണെങ്കിലും 15ഓളം പ്രാഡോ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇന്നോവ ആണെങ്കിലും ടയോട്ട വെഹിക്കിൾസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കാരണം എന്നുള്ളത് ടയോട്ട വെഹിക്കിൾസിന് ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പേടിയില്ല. കാരണം അതിൻ്റെ എൻജിൻ റിലയബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രീമിയം വെഹിക്കിൾസ് ആയിട്ടുള്ള ഇപ്പോൾ ലാൻഡ് ക്രൂസർ ആണെങ്കിലും പ്രാഡോ ആണെങ്കിലും ഒക്കെ അപ്പോൾ ഓൺ റോഡിലേക്ക് വന്നിട്ട് ചെറിയ പൈസക്ക് അതിൻ്റെ കൺവേർഷനും അതിൻ്റെ ഫുൾ ബോഡി പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്രയും പ്രീമിയം വെഹിക്കിൾസ് പോകുമ്പോൾ ഇപ്പം ബ്രാൻഡ് ന്യൂ ഫോർച്യൂണറൊക്കെ വരുമ്പോൾ 60 ലാക്കൊക്കെ ഫോർച്യൂണർ ലെജൻഡർ ഫുൾ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് അത്രയും വരുന്നില്ല ഈ ലാൻഡ് ക്രൂസറൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം. മാത്രമല്ല പിന്നെ എൻജിൻ പരമായിട്ടും അതിൻ്റെ പാർട്സിന് ഒരു ഡിലേയും ലാഗും ഒന്നുമില്ല. പെട്ടെന്ന് പാർട്സ് കിട്ടും. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ദുബായിൽ നിന്ന് കിട്ടും. കേരളവും GCC കൺട്രീസുമായിട്ടുള്ള കണക്ഷൻ അത്രയും കൂടുതലുണ്ട്. അപ്പോൾ ഒരു പാർട്സ് ഇന്ന് പറഞ്ഞാൽ നാളേക്ക് എത്തിക്കാൻ ആർക്കും പറ്റും. ടയോട്ടൻ്റെ ഏത് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരുപാട് ഇന്നോവ കൺവേർഷൻസ്, ടയോട്ട ഫോർച്യൂണർ കൺവേർഷൻസ്, പ്രാഡോ, ലാൻഡ് ക്രൂസർ, ടയോട്ടൻ്റെ എല്ലാ സീരീസ് വെഹിക്കിളും ഓൺ റോഡിൽ ഒരുപാട് കൺവേർഷൻ അറ്റ് പ്രസൻറ്റും ഇതിനു മുമ്പ് ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് ബുക്കിങ്സും നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. കൺവേർട്ട് ചെയ്തു കുറച്ച് മിസ്റ്റേക്സ് ഈ ഒരു കിറ്റിലുണ്ട്. ഇതൊരു അതർ സ്റ്റേറ്റ് വെഹിക്കിളാണ്. അപ്പോൾ കിറ്റിൻ്റെ ഫിറ്റിങ്സിലും കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അത് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഈ ഒരു കസ്റ്റമർ ദുബായിൽ ഉപയോഗിക്കുന്നത് പ്രാഡോ ആണ്. പേൾ വൈറ്റിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ലെക്സസിൻ്റെ പേൾ വൈറ്റിലേക്ക് ഈ ഒരു കംപ്ലീറ്റ് ഫുൾ ബോഡി പെയിൻറ്റിങ് ഈ ഒരു വെഹിക്കിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാത്രമല്ല നമ്മൾ ഏതൊരു എപ്പിസോഡിലും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഓൺ റോഡിൻ്റെ ഫുൾ ബോഡി പെയിൻറ്റിങ് വർക്കിന് ഏതൊരു പെയിൻറ്റിങ് ആയിക്കോട്ടെ, എത്ര ചെറിയ വെഹിക്കിൾ ആയിക്കോട്ടെ, എത്ര വലിയ വെഹിക്കിൾ ആയിക്കോട്ടെ, നമ്മൾ 5 ഇയർ വാറണ്ടി കൊടുക്കാറുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം 15ഓളം ഇൻഷുറൻസ് ബ്രാൻഡുകൾ നമ്മളിവിടെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ക്യാഷ്ലെസ് ഫെസിലിറ്റിയോട് കൂടി ജെന്യൂൻ സ്പെയർ ഇട്ടിട്ടാണ് നമ്മൾ ഓൺ റോഡിൽ ക്ലെയിം ചെയ്യാറുള്ളത്. അതും ഹിസ്റ്ററി റിഫ്ലക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. Untold stories they were left behind. Silent breeze I
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാഡോൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു വെഹിക്കിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിൽവറിൽ നിന്ന് വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള ഫേസ് ലിഫ്റ്റ് കൺവേർഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കറപ്ഷൻസ് ഉണ്ടായിരുന്നു, കാലപ്പായ്ക്ക് കൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാക്സിമം നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് ഈ ഒരു ഫുൾ ബോഡി പെയിൻറ്റിംഗ് ആണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നോർമലി നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വെഹിക്കിളിൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻസ് കംപ്ലീറ്റ് മാറാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സെയിം മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഫുൾ ബോഡി പെയിൻറ്റിങ്, ഫേസ് ലിഫ്റ്റ് ഏതിനും നമുക്ക് ഓൺ റോഡിനെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ റോഡിൽ ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് പെയിൻറ്റിങ് ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ 5 ഇയർ വാറണ്ടി ഉണ്ടാകാറുണ്ട്. എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോൾ 5 വർഷം വാറണ്ടി എല്ലാ പെയിൻറ്റ് ജോബിനും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.